ഹലോ ഗേൾസ്, നമ്മളെ കിച്ചൂട്ടിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ കിച്ചുമോനെ കൊണ്ടുവിടാൻ വേണ്ടി പോകണം. അവരെ നേരത്തെ കൊണ്ടുവിടണം കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോൾ കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യട്ടനെ വീട്ടിൽ അമ്മച്ചീൻ്റെ അടുത്താക്കി ഞാനും കണ്ണനും കൂടെ അവനെ കൊണ്ടുവിടാൻ പോയിട്ട് വരികയാണ്. കിച്ചുമോൻ പഠിക്കുന്നത് മാനന്തവാടി MGM സ്കൂളിലാണ്. അവനെയൊക്കെ കൊണ്ടുവിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അച്ചായും അമ്മച്ചിയും കുച്ചും കുട്ടനും അമ്മും മായക്കൂട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ദിവ്ചേട്ടാൻ്റെ ഓട്ടോയിൽ പോകുവാണ്. കുട്ടനും അച്ചായും കൂടെ ബൈക്കിലും വന്നു. ബാക്കി ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിലും കയറി. ഞങ്ങൾ കറക്റ്റ് അവിടെ എത്തിയപ്പോഴേന് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം കുറേ പേർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിച്ചുമോൻ്റെ ഒക്കെ പ്രോഗ്രാം 3ാമത്തേതാണെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ പരിപാടി കാണുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ. ഇതാ നമ്മളെ കിച്ചുമോനൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുട്ടനെ മുമ്പിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ വന്ന് നിന്നപ്പോൾ നൈസിൽ അവനെ കണ്ടു കേട്ടോ. എന്നിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. देखो देखो क्या वो पेड़ है चादर ओढ़े या खड़ा कोई देखो देखो. നമ്മളെ പിള്ളേരൊക്കെ നന്നായി കളിച്ചു കേട്ടോ. വേറെയും കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. LKG UKG ക്ലാസ്സുകളുടെ 1ാം ക്ലാസ്സിൻ്റെ ഒക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അവനെ അവിടെ നിന്ന് പോയി കൂട്ടിയിട്ട് വന്നേ. നമ്മൾ ആദ്യമോനാണെങ്കിൽ അവിടെ നിന്ന് പരിപാടിയൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ വമ്പ ഡാൻസുകളൊക്കെയാണ്. പിന്നെ പിള്ളേരുടെ പരിപാടിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷവും സങ്കടമൊക്കെ തോന്നും. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ് ഇത്. പക്ഷേ അവൻ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെ സന്തോഷം കൊണ്ടുള്ള ഒരു സങ്കടമായിരിക്കണം. പക്ഷേ എന്തോ എനിക്കറിയില്ല, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളെയൊക്കെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. ആദ്യത്തെ അല്ലെങ്കിൽ കൂടി കുഞ്ഞുമക്കളല്ലേ, അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മളെ ടീച്ചേഴ്സിന് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയും കുഞ്ഞു മക്കളല്ലേ, അവരെയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ അവർ എത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കുറച്ച് രാത്രിയൊക്കെ ആയപ്പോഴേന് അത്യാവശ്യം നല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിൽക്കാനും ഇരിക്കാനും ഒന്നും ഇല്ലാത്ത സ്ഥലമായ. അങ്ങനെ കുറച്ച് രാത്രിയൊക്കെ ആയപ്പോഴേന് ആദൂട്ടം കരച്ചിലൊക്കെ ആയിട്ട് ഞങ്ങൾ അയ്യെ പുറത്തോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേന് കണ്ണം കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി. വീഡിയോ ആയിട്ട് വരാൻ ടാറ്റാ ബൈ, ടേക്ക് കെയർ.